മാസങ്ങൾ നീണ്ട യുദ്ധത്തിനും കുതിച്ചുയരുന്ന എണ്ണവിലയ്ക്കും പ്രാദേശിക തകർച്ചയെക്കുറിച്ചുള്ള ആശങ്കകൾക്കും ശേഷം ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാനും സമീപ വർഷങ്ങളിലെ ഏറ്റവും വലിയ ആഗോള ഊർജ്ജ തടസ്സങ്ങളിലൊന്നിനെ ലഘൂകരിക്കാനും കഴിയുന്ന ഒരു കരാറിലേക്ക് അമേരിക്കയും ഇറാനും ഇപ്പോൾ എക്കാലത്തേക്കാളും അടുത്തെത്തിയിരിക്കുന്നു. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ ചർച്ച ചെയ്യുന്ന ഒരു കരട് ധാരണാപത്രത്തിൽ തന്ത്രപ്രധാനമായ ജലപാതയിലൂടെയുള്ള കപ്പൽ ഗതാഗതം 30 ദിവസത്തിനുള്ളിൽ യുദ്ധത്തിനു മുമ്പുള്ള നിലയിലേക്ക് മടങ്ങുമെന്ന് നിർദ്ദേശിക്കുന്നുണ്ടെന്ന് ഇറാന്റെ അർദ്ധ ഔദ്യോഗിക തസ്നീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ കാലയളവിൽ കടലിടുക്കിന് ചുറ്റുമുള്ള നാവിക ഉപരോധം പൂർണ്ണമായും നീക്കുമെന്നും ഇറാന്റെ മരവിപ്പിച്ച വിദേശ ഫണ്ടുകളുടെ ഒരു ഭാഗം കരാറിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തിറക്കുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ട് 3 മാസത്തിനു ശേഷമാണ് ഈ വഴിത്തിരിവുണ്ടാകുന്നത്. ഇത് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സമുദ്ര ഗതാഗതത്തിൽ ഗുരുതരമായ തടസ്സങ്ങൾ സൃഷ്ടിച്ചു. ഫെബ്രുവരിയിൽ യുദ്ധം ആരംഭിച്ചതിനു മുൻപ് പ്രതിദിനം ഏകദേശം 125 മുതൽ 140 വരെ കപ്പലുകൾ കടലിടുക്ക് കടന്നിരുന്നു. അതിനുശേഷം ഇറാൻ ജലപാതയിൽ നിയന്ത്രണം കർശനമാക്കുകയും ഇറാനിയൻ തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട ഷിപ്പിങ്ങിന് US ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തതോടെ കപ്പൽ ചലനം കുത്തനെ കുറഞ്ഞു. ഇന്ത്യ സന്ദർശനത്തിനെത്തിയ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ചർച്ചകൾ ഒരു വഴിത്തിരിവിലേക്ക് അടുക്കുകയാണെന്ന് സൂചന നൽകിയിരുന്നു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറിനൊപ്പം സംസാരിച്ച റൂബിയോ ചർച്ചകളിൽ ശ്രദ്ധേയമായ ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിരുന്നാലും ഇതുവരെ അന്തിമ കരാറിൽ എത്തിയിട്ടില്ലെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. സാധ്യമായ കരാറിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആക്കം കൂട്ടി. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ കഴിയുന്ന ഒരു സമാധാന ക്രമീകരണത്തിന്റെ ചട്ടക്കൂടിനെ കുറിച്ച് വാഷിംഗ്ടണും ടെഹ്റാനും വലിയ തോതിൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്ന് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് പറഞ്ഞു. പാകിസ്ഥാന്റെ സഹായത്തോടെയാണ് നിർദ്ദിഷ്ട ചട്ടക്കൂട് തയ്യാറാക്കുന്നതെന്ന് റിപ്പോർട്ടുണ്ട്. ഇറാനിയൻ ഷിപ്പിംഗിലെ നിയന്ത്രണങ്ങൾ നീക്കൽ, എണ്ണ കയറ്റുമതിയിലെ ഉപരോധങ്ങളിൽ ഇളവ്, പ്രാദേശിക സുരക്ഷയുമായി ബന്ധപ്പെട്ട ഉറപ്പുകൾ എന്നിവ കരാറിൽ ഉൾപ്പെടുമെന്നും US-ലെയും ഇറാനിലെയും ഒന്നിലധികം റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നു. ചർച്ചകളെ ചുറ്റിപ്പറ്റിയുള്ള പോസിറ്റീവ് സ്വരങ്ങൾക്കിടയിലും ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നുവെന്ന് ഇറാൻ സൂചിപ്പിച്ചു. ആണവ പ്രവർത്തനങ്ങൾ തടയുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിബദ്ധതയും ടെഹ്റാൻ ഇതുവരെ അംഗീകരിച്ചിട്ടില്ലെന്നും തസ്നീം റിപ്പോർട്ട് ചെയ്തു. ഹോർമുസിലെ സമുദ്ര നാവിഗേഷനുമായി ബന്ധപ്പെട്ട് 30 ദിവസത്തെ സമയപരിധിയിൽ നിന്നും വ്യത്യസ്തമായി ആണവ കാര്യങ്ങളെക്കുറിച്ചുള്ള ഭാവി ചർച്ചകൾക്കായി കരട് കരാർ 60 ദിവസത്തെ കാലയളവ് സൃഷ്ടിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു. ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് ഉറപ്പു നൽകാൻ ശ്രമിച്ചു. അതോടൊപ്പം ദേശീയ പരമാധികാരത്തിൽ ഉറച്ച നിലപാട് നിലനിർത്തുകയും ചെയ്തു. അതേസമയം അമേരിക്ക നിർദ്ദേശിച്ച സമാധാന കരാറിന്റെ ഭാഗമായി സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം വിട്ടുനൽകാൻ ഇറാൻ തയ്യാറായേക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായുള്ള വിപുലമായ സമാധാന നീക്കങ്ങളുടെ ഭാഗമായി ഇറാൻ തങ്ങളുടെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ഉപേക്ഷിക്കാൻ സമ്മതിച്ചതായും 2 US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് ദി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. ശത്രു അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാനും ലക്ഷ്യമിട്ടുള്ള ഒരു കരാറിന് അമേരിക്കയും ഇറാനും അന്തിമ രൂപം നൽകാൻ തയ്യാറെടുക്കുകയാണെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു ഈ മുന്നേറ്റം. നിർദ്ദിഷ്ട കരാറിന്റെ കൂടുതൽ വിവരങ്ങൾ ട്രംപ് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ആയുധ നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ പാകത്തിലുള്ള യുറേനിയം ശേഖരം വിട്ടുനൽകാൻ ഇറാൻ തത്വത്തിൽ സമ്മതിച്ചതായി അമേരിക്കൻ ഉദ്യോഗസ്ഥർ ന്യൂയോർക്ക് ടൈംസിനോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.